നമസ്കാരം. മിഷൻ 60യുടെ 30ാം ദിനമായ ഇന്ന് പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ 30 ദിവസമായി നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന് നീതി തേടിയുള്ള ആ ക്യാമ്പയിൻ തുടരുകയാണ്. അതിൻ്റെ 30ാം ദിവസമായ ഇന്ന് നമുക്കറിയാം 15ാം ദിനം അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവേശനം സാധ്യമായി. ഇന്നലെ 29ാം ദിനം പാലക്കാട് മണ്ഡലത്തിലെത്തി. 30ാം ദിവസമായ ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചു രാഹുലിനെതിരെയുള്ള ഈ നടപടികൾ അർത്ഥശൂന്യമാണെന്ന് മനസ്സിലാക്കി രാഹുലിൻ്റെ തിരിച്ചെടുത്ത സകല പദവികളും തിരികെ നൽകി യുവാക്കളെ ചേർത്ത് നിർത്തി ഇവർ മുന്നോട്ട് പോകും എന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ ഈ 30ാം ദിനത്തിലും ഇദ്ദേഹത്തിൻ്റെ രോഗത്തിനും നിലപാടിനും യാതൊരു മാറ്റമില്ലാതെ കേക്കച്ചൻ നിൽക്കുകയാണ്. കേക്കച്ചൻ്റെ രോഗം തീരുന്നില്ലല്ലോ ഭഗവാനെ. 30ാം ദിനവും കേക്കച്ചൻ്റെ അളിഞ്ഞ നിലപാടിന് അയവില്ല. i2 ന്യൂസ് ആവർത്തിച്ച് പറയുന്നത് സത്യമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നിലപാട് ആണിത്. പിണറായി വിജയന് മൂന്നാമതും തുടർഭരണം ഒരുക്കുവാൻ പിണറായി വിജയന്റെ കാശ് മേടിച്ച് നക്കിയിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു അന്തകനാണ് ഇവൻ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത് അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കുന്നതാണ് കേക്കച്ചന്റെ ഈ അളിഞ്ഞ അയവില്ലാത്ത നിലപാട്. ഞങ്ങൾ സംയുക്തമായി എടുത്ത നിലപാടാണത്രേ. അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് i2 ന്യൂസ് ഒരു കാര്യം പറഞ്ഞിരുന്നു. UDFിന്റെ ഘടകകക്ഷികളടക്കം LDFിലേക്ക് ചേക്കേറുവാൻ കാത്തിരിക്കുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ സകല ഭാഗങ്ങളിലും തുളയിട്ട് അതിനെ പതുക്കെ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. മുങ്ങാറാകുമ്പോൾ, തിരഞ്ഞെടുപ്പാകുമ്പോൾ കൂട്ടത്തോടെ ഇവന്മാർ LDFിലേക്ക് ചേക്കേറുവാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ നടത്തുന്നത്. ഞങ്ങളിത് ആവർത്തിച്ച് ഒരു മിഷനായിട്ട് തന്നെ ഞങ്ങളിത് ആവർത്തിച്ച് പറയുന്നത്, റീഇൻഫോഴ്സ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഈ പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവന്മാർ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതമെന്ന് കരുതി കതറുടയാതെ മുഖ്യമന്ത്രിയുടെ വസതിയേക്കാളും വലിയൊരു വസതിയും എല്ലാ സംവിധാനങ്ങളുമായി ആഡംബരത്തോടെ ജീവിക്കാൻ പറ്റുന്ന പദവി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെയാണ്. കോൺഗ്രസ് നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയാലും ഇടതുപക്ഷം ഇദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ കേക്കച്ചൻ. ഈ കേക്കച്ചന്റെ ഈ കള്ളത്തരങ്ങളെ പൊളിച്ചു കാട്ടുക, ഇയാളുടെ ഉദ്ദേശശുദ്ധിയെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമായും i2 ന്യൂസ് ഈ മിഷൻ 60 ഇപ്പോൾ തുടരുന്നത്. രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ആശ്വസിക്കാം. രാഹുൽ നിയമസഭയിലെത്തി. അദ്ദേഹത്തിന്റെ MLA സ്ഥാനം ഇവന്മാർ രാജിവെപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും അതുണ്ടായില്ല. അദ്ദേഹത്തിന് മണ്ഡലത്തിൽ പ്രവേശിക്കുവാൻ സാധിച്ചു. അദ്ദേഹത്തെ മണ്ഡലത്തിൽ കാല് കുത്തിക്കത്തില്ല എന്ന് വീരവാദം മുഴക്കി നിന്നവന്മാരൊക്കെ എതിലേ പോയി എന്ന് കണ്ടില്ല. രാഹുൽ ഇന്നലെ മണ്ഡലത്തെത്തി, മണ്ഡല പര്യടനം നടത്തി, ഓഫീസിലെത്തി, നമ്മൾ കണ്ടതാണ്. ഇനിയും അദ്ദേഹം സജീവമായി മണ്ഡലത്തിൽ തുടരും. അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുവാൻ മണ്ഡലത്തിലുള്ള സകല ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളുമുണ്ട്. ഇനി നമ്മുടെ മുന്നിലുള്ള പ്രശ്നം, ഈ പ്രശ്നത്തെ ഇപ്പോഴും ഒരു അവ്യക്തതയുടെ നിഴലിൽ, ഒരു സംശയത്തിന്റെ നിഴലിൽ, ഒരു ഊഹാപോഹങ്ങളുടെ മറവിൽ നിർത്തിക്കൊണ്ട് ഇതിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കാതെ കോൺഗ്രസ്സുകാരായ മറ്റുള്ളവരെ അല്ല ഇത് ബാധിക്കുന്നത്, കോൺഗ്രസ്സുകാരായ ജനങ്ങളുടെ മനസ്സ് വെറുപ്പിച്ച് അതിനെ ഇടതുപക്ഷത്തിന്റെ വോട്ടാക്കാനുള്ള ആ ശ്രമമാണ് ഈ കേക്കച്ചൻ എന്ന നാണംകെട്ടവൻ, ഈ കുലംകൊത്തി കോൺഗ്രസിന്റെ ഈ അന്തകൻ ചെയ്യുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ 30 ദിവസം നിങ്ങൾ എപ്രകാരം പ്രതികരിച്ചോ അതിലും വീറും വാശിയോടും കൂടി തുടർന്നുള്ള ദിവസങ്ങളിലും, ഈ വരുന്ന 30 ദിവസങ്ങളുടേതാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ 30 ദിവസങ്ങളുടെ കഴിഞ്ഞാൽ ഇതിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറും. നമ്മൾ അടുത്ത ഇവന്മാർക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കും.
അപ്പോഴെല്ലാം നാശമുണ്ടാകുന്നത്, സങ്കടത്തോടുകൂടി പറയട്ടെ, ഈ കോൺഗ്രസ് എന്ന ഈ പ്രസ്ഥാനത്തിലാണ്. ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയാണ് അത് ഇളക്കുന്നത്. അത് ഇളകുന്നത് കണ്ട് ആസ്വദിച്ച് താൻ എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം നേടുവാൻ ഉള്ള ഒരു സഹായമായി ഇതിനെ കേക്കച്ചൻ കാണുന്നു. കേക്കച്ചൻ എന്താണ് ആഗ്രഹിക്കുന്നത്? പിണറായിയുടെ തുടർഭരണം വരണം. ഇപ്പോൾ കസേരാമോഹികളായ ഓമന്മാർ പറ്റിയെങ്കിൽ തോക്കണം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആ ലക്ഷ്യം സാക്ഷാത്കരിക്കണം. അതിന് മേടിച്ച പണം, ആ മേടിച്ച പണത്തിനുള്ള കൂറ് കാണിക്കുന്ന ഈ കേക്കച്ചന് കൂറ് ആരോടാണ്? ചോറിവിടെയും കൂറെവിടെയുമാണെന്ന് ജനങ്ങൾ ഓരോരും മനസ്സിലാക്കണം. കേക്കച്ചൻ്റെ കടി തീരണമെന്നില്ലല്ലോ ഭഗവാനെ. നമുക്കാദ്യം ഈ നാണംകെട്ട കേക്കച്ചൻ്റെ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയ ആ അളിഞ്ഞ പ്രസ്താവന ഒന്ന് കണ്ടിട്ട് ഉടൻ മടങ്ങി വരാം. ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല. തീരുമാനം നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാനില്ല. നിങ്ങൾ അവിടെ അദ്ദേഹം സസ്പെൻഷനിലാണ്, പാർട്ടിയിൽ നിന്നും, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും. അദ്ദേഹം അവിടുത്തെ MLA അല്ലേ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു കമന്റും ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തെ മുമ്പിൽ കണ്ട ഞാൻ കാണാതെ തിരിച്ചു പോകും? കോൺഗ്രസ് നേതാക്കന്മാരെ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയണത്? അദ്ദേഹം PJ പൗലോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ മുതിർന്ന നേതാവിൻ്റെ മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു. അവർ അദ്ദേഹത്തെ കണ്ട ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആളെ പോലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് പാർട്ടിയിൽ നിന്ന്. ഇന്നുവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ല. അപ്പം ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ വെച്ച് കാണാതെ പോവോ? വണ്ടി കയറി പോവോ? കാണാതെ പോവോ? എന്താ നിങ്ങളിങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇത് നിസ്സാരമായ ചോദ്യങ്ങളാണ്, ഇറലവൻ്റായ ചോദ്യങ്ങളാണ്. കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെതിരായി പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന ആ നടപടി നിലനിൽക്കുകയാണ്. ഇത് പാർട്ടി മുതിർന്ന എല്ലാ നേതാക്കന്മാരും പരസ്പരം കൂടിയാലോചിച്ച് എടുത്തൊരു നിലപാടാണ്. അത് എപ്പോഴാണ് അത് പരിശോധിക്കേണ്ടത് ആ സമയത്ത് പരിശോധിക്കും. ഇപ്പം അതില്ല. അല്ല, ഞാൻ കണ്ട അദ്ദേഹത്തെ അവസാനം എൻ്റെ മുമ്പിൽ കണ്ടാൽ അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളല്ലേ, ഞങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തകരല്ല. അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ P സരിനെ കണ്ടാലും ഞാൻ കൈ കൊടുക്കുമല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലേ P സരിനെ. എന്നെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത്. 10 ദിവസം നിങ്ങളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ പാലക്കാട് ഇലക്ഷനിൽ. അദ്ദേഹത്തെ കണ്ട്, അദ്ദേഹം പഴയ പാർട്ടിയുടെ നമ്മുടെ സഹപ്രവർത്തകനാണ്. എത്ര പേര് പാർട്ടി വിട്ടിട്ട് ഞാൻ ശ്രീമതി പത്മജ വേണുഗോപാലായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ട് അവരുമായിട്ട് വിശദങ്ങൾ സംസാരിച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചു. കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചു. അവരുടെ കുഞ്ഞുങ്ങളുടെ പത്മജ ചോദിച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യം വരെ ഞാൻ അന്വേഷിച്ചു. വേറെ പാർട്ടി പോയ ആളുകളായിട്ട് മിണ്ടാം. ഇതൊന്ന് കേരളമല്ല. നിങ്ങൾ വെറുതെ ഇതിനെയൊക്കെ വലിയൊരു വൈഡർ ആംഗിളിൽ കാണണം. നിങ്ങൾ ആ കോൺഗ്രസ് ഇക്കാര്യത്തിലേക്ക് എടുത്തൊരു നിലപാട്, ആ പാർട്ടിയെ നിങ്ങൾ ആ അർത്ഥത്തിൽ കണ്ടിട്ട് നിങ്ങൾ ഇതിനെയൊക്കെ ചെറുതാക്കാൻ നോക്കരുത്. ഒന്നുമില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തത്. എല്ലാവരും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എല്ലാവരും, ഒരാളും അതിൻ്റെ അകത്തുനിന്ന് മാറിയിട്ടില്ല. ഒരാൾ അതൊക്കെ എന്നെ ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്ന വാർത്തകളാണ്. ഞാൻ ഒറ്റപ്പെടുകയൊന്നുമില്ല. ഞാൻ ഒരു തീരുമാനവും എൻ്റേതായി ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല. എൻ്റെ അഭിപ്രായം പറയുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കും. അതാണ് ഞങ്ങളുടെ സിസ്റ്റം. അതാണ് നിങ്ങൾക്ക് അറിയില്ലാണ്ട. സസ്പെൻഷൻ പിൻവലിച്ചു കഴിഞ്ഞാൽ ബാങ്കുകൊടുത്ത സീറ്റ് നിങ്ങൾ ഈ ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലേ, സാങ്കല്പിക ചോദ്യങ്ങൾ. കേക്കച്ചന്റെ ആ പ്രസ്താവന നിങ്ങൾ കണ്ടല്ലോ. ഇത്രയും നാണം കെട്ടവനായ ഒരു മനുഷ്യൻ ലോകം മുഴുവൻ തനിക്കെതിരെ തിരിഞ്ഞു, തന്റെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും മനസ്സിലായിട്ടും ഈ നാണം കെട്ടവൻ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. പക്ഷേ നമ്മൾക്കതിനകത്ത് യാതൊരു സങ്കടവുമില്ല. ഈ മിഷൻ 60യുടെ അവസാനം ഞങ്ങൾ മിഷൻ 210 എന്ന ക്യാമ്പയിൻ ആരംഭിക്കും. ഈ കേക്കച്ചനെ ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ജനകീയ പ്രക്ഷോഭം ആരംഭിക്കും. അന്നെങ്കിലും ഈ കേക്കച്ചനെ ഞങ്ങൾ ആ പാഠം പഠിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കേക്കച്ച, നിന്റെ ആ അളിഞ്ഞ നിലപാടുമായി നീ മുന്നോട്ട് പോകുക. അതിന് താങ്കളും പാർട്ടിയും കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.